യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൽ പല ടേക്ക് അവേസ് ഉണ്ട്. ഒന്നിപ്പോൾ വേണമെങ്കിൽ ചൈനീസ് അനുകൂല ഭരണകൂടം അവിടെ മാറ്റപ്പെടുന്നു എന്ന നിലയിൽ കാണാം. ഒ.പി. ശർമ്മയുടെ സർക്കാർ അങ്ങനെ ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. ഒരു ഹിന്ദു രാജവംശം ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. പിന്നീടാണ് അവിടെ ജനാധിപത്യം വന്നത്. ആദ്യം പരിമിതമായ ജനാധിപത്യവും പിന്നീട് സമ്പൂർണ്ണമായ ജനാധിപത്യവും ഉണ്ടാവുകയായിരുന്നു. അതാണ് നേപ്പാളിലെ ചരിത്രം. വേണമെങ്കിൽ രാജാവിന് തിരികെ വരാം, അല്ലെങ്കിൽ രാജാവിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഭരണത്തിൽ വരാം. ഇതൊക്കെ വേറൊരു രാജ്യം എന്നുള്ള നിലയിൽ ഉള്ള കാര്യങ്ങൾ. അതിനപ്പുറത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതെന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്ത യുവജനങ്ങൾ തെരുവിലിറങ്ങുകയും അങ്ങേയറ്റം അക്രാമകമായി ഒരു തരത്തിലുള്ള പ്രതികാരവാജ്ഞയോടുകൂടി സർക്കാരുകളെയും ഭരണാധികാരികളെയും നേരിടുക, തകർക്കുക, ആ മോബ് ഒടുവിൽ വിജയം നേടുക എന്ന എക്സ്പെരിമെന്റ് നമ്മൾ നേപ്പാളിൽ കണ്ടു, ശ്രീലങ്കയിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു. അപ്പോൾ ഇതുപോലെ യുവാക്കളുള്ള രാജ്യമാണല്ലോ ഇന്ത്യയും. അപ്പോൾ ഭരണകൂടങ്ങൾക്ക്, ഭരണാധികാരികൾക്ക് ജനങ്ങളെ, യുവാക്കളെ പേടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടോ? അല്ല, ഭരണം നേരെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഭരണകൂടങ്ങൾക്ക് ജനങ്ങളെ പേടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവും. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൻ്റെ വിദൂരമായിട്ടുള്ള സൂചനകൾ പോലും ലഭ്യമല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പല ലിബറലുകളും കഴിഞ്ഞ 2 ദിവസമായിട്ട് ട്വീറ്റ് ചെയ്യുന്നതും അവർ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നതും ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ കാണുന്നുണ്ട് വളരെ വിഷമത്തോടു കൂടി. എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല, ഇന്ത്യയിൽ അങ്ങനെയാ, ഇന്ത്യയിൽ ഇങ്ങനെയാ, വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നു, എന്നിട്ടും മധ്യവർഗം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ വല്ലാണ്ട് വിശ്വസിക്കുകയാണ്, അവരെന്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ വ്യാകുലപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ കാണുന്നുണ്ട്. അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയൊക്കെ അവരുടെ ഒരു വ്യാമോഹമായിട്ടും വൃഥാ സ്വപ്നമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നു, ലോകത്ത് ഏറ്റവും അധികം ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. തൊഴിലില്ലായ്മ കഴിഞ്ഞ ദിവസം വേൾഡ് ഇക്കണോമിക് ഫോറം പറയുന്നതനുസരിച്ചിട്ട് 2% മാത്രമാണ്. നമ്മുടെ ലേബർ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ജൂലൈയിൽ അത് പുറത്തുവിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 5.2% എന്തോ ആണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ തലത്തിൽ എന്തെങ്കിലും ആകുലതകളോ വ്യാകുലതകളോ ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ 11 വർഷം ഭരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ, പ്രൈം മിനിസ്റ്റർ എന്നുള്ള കരിയറിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ട ഒരു വർഷമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ കടന്നുപോയത്. കാരണം ആദ്യത്തെ 10 വർഷം അദ്ദേഹത്തിന് ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം ഭരിക്കുമ്പോൾ അതില്ല, 242 സീറ്റിലാണ് ഭരിക്കുന്നത്. അത് മാത്രമാണ് BJPക്ക് ഉള്ളത്. അത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള പഹൽഗാം അറ്റാക്ക് നമ്മൾ കണ്ടു. അതിനെ തുടർന്നിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര റാഫേൽ വീണു, എത്ര റോക്കറ്റ് എത്രയൊക്കെ ഇവിടെ വന്ന് പതിച്ചു എന്നുള്ള തലത്തിലുള്ള ചോദ്യം, എത്ര മിസൈലുകൾ വന്ന് പതിച്ചു എന്നുള്ള തലത്തിലുള്ള ചോദ്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. US-ഉമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ സുഹൃത്ത് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ട്രംപ് തന്നെ നമുക്ക് നേരെ തിരിഞ്ഞു വരുന്നതും താരിഫ് വാർ പ്രഖ്യാപിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ കണ്ടു. വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾ കണ്ടു. ഇതിനെ എല്ലാത്തിനെയും അതിഗംഭീരമായിട്ട് അതിജീവിച്ച് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറുകൾക്ക് മുമ്പ് ഏറ്റവും വലിയൊരു പരീക്ഷണത്തെയും കൂടി അതിജീവിച്ചു. ഒരു വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുന്നത്, അതിനെ ഗംഭീരമായിട്ട് അതിജീവിച്ച് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ ഫേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വർഷമായിരുന്നു പൊളിറ്റിക്കലി. പക്ഷേ അത് ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിലായിരുന്നാലും ശരി തന്നെയാണ്, ഏത് സ്റ്റേജിലായിരുന്നാലും ശരി തന്നെയാണ്. പക്ഷെ അതിനെ എത്രയോ മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം വരുന്നു എന്നുള്ള കാര്യം അന്ന് തന്നെ മുൻകൂട്ടി കണ്ട് റഷ്യയും ചൈനയുമായി ചേർന്ന് മറ്റൊരു നെക്സസ് ഉണ്ടാക്കി വളരെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്തരത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വശം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞൊന്ന് അവസാനിപ്പിച്ചോട്ടെ. 2, നേപ്പാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെപ്പോഴും ചിന്തിക്കണം, നേപ്പാളിൽ ഡെമോക്രസി വരുന്നവരോ, നേപ്പാളിൽ ഇനി രാജഭരണമാണോ തിരിച്ചു വരുന്നത്. അത് അവരുടെ ഇന്റേണൽ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏതാണ് നമുക്ക് ഗുണകരമായി വരിക എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അതിർത്തികൾ എന്ന് പറയുന്നത് അതിർത്തി രാജ്യങ്ങൾ, അതിന് അഫ്ഗാനിസ്ഥാൻ ആയാലും നിലവിലെ ബംഗ്ലാദേശ് ആയിരുന്നാലും ചൈന ആയിരുന്നാലും ശരി തന്നെയാണ്, നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ശത്രുത നമ്മളോട് പുലർത്തിയിരിക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാൾ കൂടി നമുക്കൊരു തലവേദനയായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്നത് ശരിയല്ല. മാൽദീവ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുന്നതാണ് അവരുടെ നയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേപ്പാളിൽ എന്ത് വരുന്നതാണ് നമുക്ക് നല്ലത്, അതവിടെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്.